നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ 2026 ആണ്ടിലെ മഹാശിവരാത്രി ഇപ്പോൾ ആഗതമായിരിക്കുകയാണ്. ഇനി കൃത്യം 6 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതായത് ഈ വരുന്ന ഞായറാഴ്ചയാണ്, ഫെബ്രുവരി 15 തീയതിയാണ് ശിവരാത്രി. ഇതിൽ ആദ്യമായി ഒരു ചോദ്യം, ഒരു ഉത്തരം. എന്താണ് ശിവരാത്രി എന്ന് ഒറ്റ വാക്കിൽ പറയാമോ എന്ന് ചോദിച്ചാൽ, ജഡത്തിൽ നിന്നും ശിവനിലേക്ക് ഉണരുന്ന രാത്രിയാണ് ശിവരാത്രി എന്ന് പറയുന്നത്. ഇതൊന്ന് വിശദമാക്കിയാൽ, നമ്മൾ ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെയോ പലവിധ തെറ്റുകുറ്റങ്ങൾ മനസാ വാചാ കർമ്മണ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. കാരണം മനുഷ്യ ജീവിതമാകുമ്പോൾ നമുക്ക് പ്രവൃത്തി ചെയ്യാതെ മുന്നോട്ടു പോകാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ്. അതുകൊണ്ട് പ്രകാരമുള്ള കർമ്മദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും കഴുകിക്കളയുന്ന രാത്രിയാണ് യഥാർത്ഥത്തിൽ ഈ ശിവരാത്രി എന്ന് പറയുന്നത്. അതുമാത്രവുമല്ല, നമ്മൾ താമസിക്കുന്ന ഈ പ്രകൃതിയിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന രാത്രിയാണ് ഈ മഹാശിവരാത്രി. ഇപ്പോൾ ഈ പറഞ്ഞതിനെ കുറിച്ച് ഇതിൽ ഞാൻ പിന്നാലെ വിശദമായിട്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പ്രാധാന്യം, അത് എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അടുത്ത 1 വർഷം വരെ നിങ്ങൾ നോക്കിയിരിക്കേണ്ടി വരും. ഇത് കേൾക്കുന്ന നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിലേക്ക് ഒന്ന് നോക്കിയാൽ, അതായത് ഈ ശരീരം എങ്ങനെയാണ് പോഷിപ്പിക്കപ്പെടുന്നത് എന്ന് നോക്കിയാൽ, ഇന്ന് രാവിലെ നമ്മൾ പാകപ്പെടുത്തിയ ഭക്ഷണം വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിനു മുൻപ് തന്നെ അത് കേടായിട്ടുണ്ടാകും. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ ഈ ശരീരത്തിനും അത്രേ പ്രാധാന്യമുള്ളൂ. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ, ഈ ജഡമായ ശരീരത്തെ ചൂട് നൽകി എപ്പോഴും ഊർജത്തോടു കൂടി നിലനിർത്തുന്നത് ഈ ശരീരത്തിനുള്ളിലെ പ്രാണനാണ്, അഥവാ ശിവനാണ്. ഈ ഒരു തത്വം അറിയാവുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ അറിവുള്ള ആളുകൾ പൊതുവായി പറയാറുള്ള ഒരു പഴഞ്ചൊല്ലാണ് ഈ ശിവൻ പോയാൽ ശവം എന്ന ആ ഒരു പഴഞ്ചൊല്ല്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്തു മനസ്സിലാക്കാം? ഈ മനുഷ്യ ജീവിതത്തിൽ നമ്മളിൽ നിന്നും വിഭജിക്കപ്പെടാത്ത ഒന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ശിവതത്വം എന്ന് മാത്രമാണ്. ഇത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് മഹാദേവനിൽ അഭയം പ്രാപിക്കുക എന്നതാണ് ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും നല്ലത്. എന്നു മാത്രവുമല്ല, ഈ ഒരു മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം തന്നെ ശിവനെ അറിയുക എന്നതാണ്. അല്ലാതെ വെറുതെ കുറെ ഭക്ഷണം കഴിച്ച് ഈ ഭൗതിക വസ്തുക്കളുടെ ആ സുഖം ആസ്വദിച്ച് നമ്മൾ തൽക്കാലം കഴിച്ചുകൂട്ടി അങ്ങനെ മരണമടഞ്ഞിട്ട് യാതൊരു നേട്ടവുമില്ല. അറിയേണ്ടതിന് അറിയാതെ ജീവിക്കുമ്പോഴാണ് ദുഃഖവും ദുരിതവും നിങ്ങളുടെ കൂടപ്പിറപ്പുകളായി മാറുന്നത്. അപ്പോൾ ഈശ്വരപ്രസാദം ലഭിച്ചാലും അതോടുകൂടി സർവ്വ ദുഃഖ ദുരിതങ്ങളും അകന്ന് നല്ല സ്വസ്ഥതയും സമാധാനവും കൈവരിക്കുവാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ ഒട്ടുമിക്ക ആളുകൾക്കും ആരും ശ്രദ്ധിക്കാത്ത ആ ഒരു പ്രധാനപ്പെട്ട വസ്തുത അതൊന്ന് പറയാം. അതായത് നമ്മുടെ ഓണം, വിഷു പോലുള്ള ആഘോഷങ്ങൾ വേറെ, ഈ ശിവരാത്രി വേറെ. അത് പറയാൻ കാരണം, ഈ ശിവരാത്രി വരുന്ന ആ ഒരു ദിവസത്തിൽ ആ ഒരു പ്രത്യേകത ഒന്ന് നോക്കും. ഈ മകരമാസത്തിലെ അമാവാസിക്കും കുംഭമാസത്തിലെ അമാവാസിക്കും ഇടയിൽ വരുന്ന കറുത്ത ചതുർദശി അല്ലെങ്കിൽ ത്രയോദശി, ഇതിൽ ഏതാണോ തിഥി അനുസരിച്ച് വരുന്നത് അന്നാണ് ശിവരാത്രി. അപ്പോൾ ശരി, ഇനി രാത്രിയുടെ പ്രാധാന്യം എന്താണെന്നൊന്ന് പറയാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തന്നെ സ്വയം തിരുത്തി എഴുതാൻ സാധിക്കും. നമുക്കറിയാം, ഈ കടലിൽ രൂപപ്പെടുന്ന വേലിയേറ്റവും വേലിയിറക്കങ്ങളിലും സ്വാധീനം ചെലുത്തുക മാത്രമല്ല, നമ്മുടെ മനസ്സിനെ വരെ സ്വാധീനിക്കാനുള്ള കഴിവ് ചന്ദ്രനുണ്ട്. അതുകൊണ്ടാണ് മനസ്സിന്റെ കാരകനാണ് ചന്ദ്രൻ എന്ന് ജ്യോതിഷശാസ്ത്രം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ചന്ദ്രന്റെ സ്വാധീനം മൂലം അമാവാസി, പൗർണമി എന്നീ ദിവസങ്ങളിൽ ഈ ആസ്മ രോഗികൾക്ക് രോഗം പതിവില്ലാത്ത വിധം മൂർച്ഛിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കുറയുന്നതായിട്ടോ നമ്മൾ കാണാറുണ്ട്. ഒരുപക്ഷെ ഈ പറഞ്ഞത് ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയൊന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. അപ്പോൾ ഇവിടെ നോക്കിയാൽ, ഈ ശാസ്ത്രമനുസരിച്ച് ചതുർദശി തിഥിയുടെ അധിപൻ
ശിവനും മനസ്സിന്റെ അധിപൻ ചന്ദ്രനുമാണ്. ഇത് തൽഫലമായി ചന്ദ്രൻ നമ്മുടെ മനസ്സിൽ വലിയ സ്വാധീനം ഈ സമയങ്ങളിൽ ചെലുത്തുന്നു. പക്ഷേ ഈ സ്വാധീനം, അതായത് ഈ കറുത്ത വാവോട് അടുത്ത ദിവസങ്ങളിൽ ചന്ദ്രൻ നെഗറ്റീവായിട്ടാണ് നമ്മളെ പ്രതിപാദിക്കുന്നത്. അതായത് വളരെ ദുർബലമായിരിക്കുമെന്ന് സാരം. മാത്രവുമല്ല, ഇതൊരു സമയം നമ്മളുടെ ചിന്തയിൽ, അതായത് മനസ്സിന്റെ ബുദ്ധിയിൽ ഒരു അഴിച്ചുപണി നടത്താൻ ഇതിലും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അവസരം വേറെയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ശിവരാത്രി ദിവസം ഉറക്കം ഉപേക്ഷിച്ച് മനസ്സ് മഹാദേവന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ തലയെഴുത്ത് വരെ മാറ്റിമറിക്കാൻ പോകുന്നതാണെന്ന് അറിവുള്ളവർ പറഞ്ഞു തരാൻ കാരണം. അതായത് ചെറിയ ടെൻഷൻ മുതൽ അതിമാരകമായ ഡിപ്രഷൻ വരെ ഈ ശിവരാത്രി ധ്യാനത്തിലൂടെ മാറ്റിയെടുക്കുവാൻ നമുക്ക് ഉറപ്പായിട്ടും സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ വിശേഷണങ്ങളുടെ പേരിലാണ് പരമശിവനെ തന്റെ 1000 നാമങ്ങളിൽ ഒന്നായ ചന്ദ്രചൂഡൻ എന്ന ആ ഒരു പേര് ചൊല്ലി വിളിക്കാൻ കാരണം. എന്ന് വെച്ചാൽ ചന്ദ്രനെ ഭഗവാൻ തിരുമുടിയിൽ ചൂടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നെറ്റിയിൽ ചൂടിയിരിക്കുകയാണ് എന്ന് സാരം. ഈ ശിവരാത്രി ദിവസം ഈ അഘോര സന്യാസികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലെ പ്രഥമ അഭിലാഷം തന്നെ ഓരോ വർഷവും ഈ ശിവരാത്രി ദിവസം ഒന്ന് വന്നു കിട്ടാൻ വേണ്ടി അവർ നോക്കിയിരിക്കുകയാണ്. അതെന്തുകൊണ്ടെന്നാൽ ഇതിൽ നിന്നും അവർക്ക് കിട്ടുന്ന ഊർജം അത് എത്രയാണെന്ന് വാക്കാൽ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നല്ല. പറയാൻ കാരണം, ഒരാളുടെ മാനസിക ശക്തി, സഹിഷ്ണുത, ഇച്ഛാശക്തി, ധൈര്യം എന്നിവ വർദ്ധിപ്പിക്കാൻ അമൂല്യമായിട്ടുള്ള ഒരു അവസരമാണ് ഈ ശിവരാത്രി ദിവസം. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഈ ശിവരാത്രി ദിവസം നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടുള്ളതല്ല. പറയാൻ കാരണം, നിങ്ങളുടെ ആഗ്രഹം അത് എന്തുതന്നെ ആയാലും ശരി, ആ ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ശിവരാത്രി ദിവസം ഇനി ഇതിൽ പറയാൻ പോകുന്ന രീതിയിൽ ശിവനെ ധ്യാനിക്കാം. ഇനി അടുത്തതായിട്ട് പറയുന്നത്, വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം, ഇതേക്കുറിച്ച് ഒന്ന് പറയാം. വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഈ മഹാശിവരാത്രി വ്രതം എടുക്കുവാനും വേണം ഒരു ഭാഗ്യം. കാരണം അങ്ങനെ ഒരു അവസരം വന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭാഗ്യം ചെയ്യണം. ഒരു പക്ഷേ ഈ വ്രതം ജീവിതത്തിൽ ഇതുവരെ എടുക്കാത്തവർക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ ആ ഒരു മഹത്വം പെട്ടെന്നൊന്നും മനസ്സിലാകണമെന്നില്ല. അങ്ങനെയുള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും ഈ വ്രതം നിങ്ങൾക്ക് അതൊന്ന് മനസ്സറിഞ്ഞ് എടുക്കുവാൻ ആയാൽ പിന്നെ എല്ലാ വർഷവും നിങ്ങൾ ഈ വ്രതം ഉറപ്പായിട്ടും എടുത്തിരിക്കും, സംശയമില്ല. അപ്പോൾ ശരി, ഞാനിനി ഓരോന്നായിട്ട് പറഞ്ഞു തുടങ്ങാം. ഏറ്റവും ആദ്യം പറയുന്നത്, ഈ ശിവരാത്രി വ്രതം ആർക്കൊക്കെ എടുക്കാം, ആർക്കൊക്കെ എടുക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ ശിവരാത്രി വ്രതം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മുതിർന്ന കുട്ടികൾക്കും എടുക്കാവുന്നതാണ്. എന്നാൽ ഈ പുലവാലായ്മ ഉള്ളവരും പീരീഡ്സിന് 7 ദിവസത്തിനുള്ളിൽ നിൽക്കുന്നവരും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും അതിനോടൊപ്പം തന്നെ വളരെയധികം ഡോസുകൾ കൂടിയ മരുന്നുകൾ കഴിക്കുന്നവരും ഉറപ്പായിട്ടും ഈ വ്രതം ഒഴിവാക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത്, ഈ ശിവരാത്രി വ്രതം എപ്പോൾ എടുക്കണം. ശിവരാത്രി വ്രതം എടുക്കേണ്ടത് ശിവരാത്രിയുടെ അന്ന് ആ ദിവസം മുഴുവനുമാണ്. എന്നാൽ തലേ ദിവസം മുതൽ അതിനുള്ള നോയമ്പ്, അതിൽ യാതൊരുവിധ തെറ്റുമില്ല. എന്നാൽ ശിവരാത്രിയുടെ അന്നാണ് ഉറക്കമൊഴിക്കേണ്ടത്. അതും അർദ്ധരാത്രി വരെ മതിയാകും. ഇനിയിപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നേരം വെളുക്കുന്നത് വരെ ഉറക്കമൊഴിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഇനി ഈ വ്രതം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു സംശയമുള്ളവർക്ക് അത് വളരെ വ്യക്തവും കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ശിവരാത്രിയുടെ തലേ ദിവസം രാത്രി മുതൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ശിവരാത്രി ദിവസം അതിരാവിലെ കുളിച്ച് രുദ്രാക്ഷ മാലയിട്ട് ഭസ്മധാരണം നടത്തുക. അതിനുശേഷം ക്ഷേത്രത്തിൽ പോവുക. മടങ്ങി വന്ന ശേഷം ഒരു നേരം ഭക്ഷണം കഴിക്കാം. അത് ഉച്ചയ്ക്ക് വേണമോ അല്ലെങ്കിൽ രാവിലെ വേണമോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഈ രാവിലെ ഇഡലിയോ ദോശയോ മറ്റോ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാവുന്നതാണ് ഉത്തമം. അതിനുശേഷം അന്ന് ഭക്ഷണം നിഷിദ്ധമാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനും ആരോഗ്യവതികളുമാണെങ്കിൽ അന്ന് ജലപാനം മാത്രമേ പാടുള്ളൂ. ശരീരക്ഷീണം തോന്നിയാൽ ഏതെങ്കിലും ഫലവർഗ്ഗങ്ങൾ ആ സമയത്ത്
കഴിക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ. ഈ പറഞ്ഞത് ആരോഗ്യമുള്ളവർ മാത്രം എടുത്താൽ മതി. ഈ പറഞ്ഞതുപോലെ അന്നത്തെ ആ ദിവസം ഈ സൂര്യൻ അസ്തമിച്ച ശേഷം അന്ന് യാതൊരു കാരണവശാലും ഒരു ഭക്ഷണവും കഴിക്കുന്നത് ശരിയല്ല. ഈ സായാഹ്നത്തിൽ ക്ഷേത്ര ദർശനം വേണമെന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് അന്ന് സന്ധ്യക്ക് വീടുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. സന്ധ്യാസമയത്ത് നിങ്ങൾ സാധാരണ നിലവിളക്ക് തെളിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നിലവിളക്ക് കൊളുത്തുക. അതിനുശേഷം ശിവപഞ്ചാക്ഷരി, സഹസ്രനാമം, അഷ്ടോത്തരം, സ്തോത്രങ്ങൾ തുടങ്ങിയ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഈ പൂജാ വസ്തുക്കളായിട്ട് ശേഖരിക്കേണ്ടത് തൊട്ടാവാടി ഇലകൾ, കൂവളത്തില, ഉമ്മത്തിൻകായ, തുളസി, പാല്, കരിമ്പിൻ ജ്യൂസ്, തൈര് തുടങ്ങിയവ ഈ ശിവരാത്രി നാളിൽ പൂജയ്ക്കായിട്ട് എടുക്കാവുന്നതാണ്. എന്നാൽ ഇതിൽ പുഷ്പങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സുഗന്ധമില്ലാത്ത പുഷ്പങ്ങൾ എടുക്കണം എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ആ ഒരു രീതി. അതുപോലെ തന്നെ ഈ ശിവപൂജയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ ഒന്നാണ് ഈ രുദ്രാഭിഷേകം. പശുവിൻ പാലിൽ നിങ്ങൾ രുദ്രാഭിഷേകം ചെയ്താൽ നിങ്ങളുടെ നടക്കാതെ കിടക്കുന്ന ആഗ്രഹങ്ങളെല്ലാം നിറവേറപ്പെടുന്നു എന്നതാണ് വിശ്വാസം. പരമശിവന്റെ വിഗ്രഹത്തിൽ നെയ്യഭിഷേകം ചെയ്താൽ ഭക്തർക്ക് സാമ്പത്തിക നേട്ടം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. കരിമ്പിൻ നീര് ഉപയോഗിച്ചാണ് നിങ്ങൾ അഭിഷേകം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു എന്നാണ് വിശ്വാസം. ഇനി തേൻ ഉപയോഗിച്ചാണ് നിങ്ങൾ രുദ്രാഭിഷേകം ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും അവസാനിക്കുമെന്നാണ് വിശ്വാസം. ഈ പറഞ്ഞ വിശ്വാസങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ നമുക്ക് ഭഗവാനിൽ അടിയുറച്ച ഭക്തി ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ വിശ്വാസം അത് സാക്ഷാത്കാരമായി മാറുന്നത്. ഈ പറഞ്ഞത് കേരളത്തിൽ കൂടുതൽ ആളുകളും ക്ഷേത്രങ്ങളിലാണ് ഈ പറഞ്ഞ വഴിപാടുകളെല്ലാം ചെയ്തു പോരാറുള്ളത്. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ പൂജാമുറിയുള്ള മിക്ക വീടുകളിലും ഈ അഭിഷേകങ്ങളെല്ലാം അവർ സ്വയം ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. മാത്രവുമല്ല, അമ്മമാർ ഈ പൂജകളെല്ലാം കുട്ടികളെയും പഠിപ്പിക്കും. എന്നിട്ട് ശിവരാത്രി മുഴുവനും ഇങ്ങനെയുള്ള പൂജകൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. വാസ്തവം പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടാണ് വ്രതമെടുക്കുന്ന ഒരു ഭക്ത അല്ലെങ്കിൽ ഭക്തനാണെങ്കിൽ ഈ പറഞ്ഞ ശിവരാത്രി ദിവസം ആ വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഉറങ്ങാൻ സാധിക്കില്ല, ഉറക്കം വരില്ല എന്നത് ഒരു പരമാർത്ഥമാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് എങ്ങനെയാണ് ഈ വ്രതം അവസാനിപ്പിക്കേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. പിറ്റേ ദിവസം പുലർച്ചെ തുളസി തീർത്ഥം കഴിച്ച് വ്രതം അവസാനിപ്പിക്കുന്നതാണ്. ആ തുളസി തീർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും മേടിച്ചു കൊണ്ടുവന്ന് ഈ പറഞ്ഞതുപോലെ വ്രതം അവസാനിപ്പിക്കാം. അതിനുശേഷം നിങ്ങൾ ഇട്ടിരിക്കുന്ന രുദ്രാക്ഷമാല ഊരി മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഈ ശിവരാത്രി ദിവസം ഉറക്കമൊഴിച്ചവരാണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ പകൽ ഉറങ്ങരുത്. പകരം അന്ന് വൈകിട്ട് നാമം ചൊല്ലി കഴിഞ്ഞ് അന്നത്തെ രാത്രി ഭക്ഷണം അല്പം നേരത്തെ കഴിച്ചതിനു ശേഷം ഉറങ്ങാൻ കിടക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്തൊക്കെ വഴിപാടുകളാണ് ഈ ശിവരാത്രി ദിവസം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ കഴിപ്പിക്കേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ ഹോമം, അഘോര ഹോമം, കൂവളമാല ചാർത്തൽ, അതുപോലെ തന്നെ രുദ്രാഭിഷേകം, ഭസ്മാഭിഷേകം, ജലധാര, പിന്നെ ഈ ക്ഷീരധാര, ഇളനീർധാര എന്നിവയെല്ലാം നിങ്ങൾക്ക് അന്നേ ദിവസം നടത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്. ഇത് പറയാൻ കാരണം ഈ ഒട്ടുമിക്ക ആളുകളെല്ലാം ഈ പഴയ ഐതിഹ്യങ്ങൾ മാത്രം കേട്ട് തഴമ്പിച്ച് അതാണ് വാസ്തവം എന്നു കരുതി വിധിപ്രകാരമല്ലാതെ ഈ ശിവരാത്രി വ്രതം നോക്കുന്നവരാണ്. അപ്പോൾ ഇത് അവർക്കും കൂടി പ്രയോജനപ്പെടുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.